Then atomic number and mass number. ആറ്റോമിക് നമ്പറും മാസ് നമ്പറും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മളിതിൻ്റെ മുമ്പ് ചെയ്ത വീഡിയോയിൽ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺ, ന്യൂട്രോൺ, അതേപോലെ തന്നെ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണ്, അതിൻ്റെ ചാർജ്, അതിൻ്റെ അട്രാക്ഷൻ, അതിൻ്റെ റിപ്പൽഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ഒന്നും കൂടി ഡിസ്കസ് ചെയ്തത്. ആറ്റോമിക് നമ്പറും മാസ് നമ്പറും നിങ്ങൾക്കറിയാം എങ്കിലും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് ആറ്റോമിക് നമ്പർ. ആറ്റോമിക് നമ്പർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ സെഡ്. സെഡ് വെച്ചിട്ടാണ് ആറ്റോമിക് നമ്പർ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ന്യൂക്ലിയസിനകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെ എണ്ണമാണ്, പോസിറ്റീവ് ചാർജിൻ്റെ എണ്ണമാണ് ആറ്റോമിക് നമ്പർ. ആറ്റോമിക് നമ്പർ ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്രസൻറ്റ് ഇൻ ദ ന്യൂക്ലിയസ്. ഈ നമ്പറിനെയാണ് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഇത് സെഡ് വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. നെക്സ്റ്റ് മാസ് നമ്പർ. മാസ് നമ്പർ ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് പ്രസൻറ്റ് ഇൻ ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും സമ്മ്, ആകെ തുകയാണ്, ടോട്ടൽ നമ്പറാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ എ. എ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റും കൂടി, ഇലക്ട്രോണിനും പ്രോട്ടോണിനും പോസിറ്റീവ് ചാർജും, ഇലക്ട്രോണിനും പ്രോട്ടോണിനും നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജുമാണെങ്കിലും ഒരാറ്റത്തിൽ ആറ്റം ഇലക്ട്രോസ്റ്റാറ്റിക്കലി ന്യൂട്രലാണ്. എന്തുകൊണ്ടായിരിക്കും അത്? ആറ്റത്തിനകത്ത് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളുണ്ട്, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളുമുണ്ട്. പക്ഷേ ആ ആറ്റം എന്ന് പറയുമ്പോൾ ടോട്ടൽ എടുക്കുമ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്കലി ന്യൂട്രലാണ്. വൈ? എന്തുകൊണ്ടാണ് റീസൺ? ഒരാറ്റത്തിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജും ടോട്ടൽ നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജും ഈക്വലാണ്. അതുകൊണ്ട് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഈക്വൽ ആയതുകൊണ്ട് അതിൻ്റെ സം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ചാർജ് ഉണ്ടാവില്ല, ന്യൂട്രലൈസ് ചെയ്തു പോകും. പോസിറ്റീവ് ചാർജിൻ്റെ എണ്ണവും നെഗറ്റീവ് ചാർജിൻ്റെ എണ്ണവും ഈക്വൽ ആയതുകൊണ്ട് ആറ്റം ഇലക്ട്രോസ്റ്റാറ്റിക്കലി ന്യൂട്രലാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് പറയാൻ പറ്റും? ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ്. അതുകൊണ്ട് പ്രോട്ടോണിൻ്റെ എണ്ണവും പോസിറ്റീവ് ചാർജിൻ്റെ എണ്ണവും നെഗറ്റീവ് ചാർജിൻ്റെ എണ്ണവും ഒരാറ്റത്തിൽ ഈക്വൽ ആയതുകൊണ്ട് പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും ഈക്വൽ ആയിരിക്കും. അതായത് ആറ്റോമിക് നമ്പർ സെഡ് നമ്മൾക്ക് തരികയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പ്രോട്ടോണിൻ്റെ എണ്ണമാണ് സെഡ്. അത്ര തന്നെ എണ്ണമായിരിക്കും ആരതും ഉണ്ടാവുക? ഇലക്ട്രോണുകളുടെ എണ്ണവും ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരാറ്റത്തെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണം? ആറ്റം റെപ്രസെൻറ്റ് ചെയ്യുന്ന ഏതോ ഒരാറ്റം എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതിൻ്റെ ആറ്റോമിക് നമ്പർ സെഡ് ആണ്. സെഡ് താഴെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡിൽ. അതേപോലെ തന്നെ എ ആറ്റോമിക് മാസ് ആണ്, അത് മുകളിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു. നമുക്കറിയാം സെഡ് എന്ന് പറയുന്നത് സെഡ് ഈസ് ഈക്വൽ ടു, സെഡ് എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ എണ്ണമാണ്, പ്രോട്ടോൺസ്. എ എന്ന് പറയുന്നത് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എമൗണ്ട് കൂടുതൽ ഉണ്ടാവുക, നമ്പർ ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് എ ആയിരിക്കും. നിങ്ങളൊരു കാര്യം മനസ്സിൽ സങ്കല്പിക്കുക, ആറ്റോമിക് നമ്പർ എപ്പോഴും ചെറുതായിരിക്കും, അത് താഴെയാണ് എഴുതുക. വലിയ സംഖ്യ ഏറ്റവും വലുത്, നമ്മളെന്തും എമൗണ്ട്, നമുക്കിപ്പോൾ മാർക്ക് കിട്ടിയതാണെങ്കിലും എന്താ പറയുക, ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് ആദ്യം പറയും, കുറച്ച് മാർക്കുള്ള അവസാനം പറയും. അതേപോലെ തന്നെ ഒരു ആറ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഏതാണോ ആറ്റം അതിൻ്റെ സിമ്പൽ എഴുതും, എന്നിട്ട് ചെറിയ നമ്പറായിട്ടുള്ള പ്രോട്ടോണുകളുടെ എണ്ണം താഴെ എഴുതും. മാസ് കുറച്ച് എമൗണ്ട് കൂടുതലായിരിക്കും, അത് മുകളിലാണ് എഴുതുക. നിങ്ങൾക്കറിയാം എങ്കിലും. അപ്പോൾ നോക്കുക, ഇതിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹീലിയം HE ൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ് ഈസ് ഈക്വൽ ടു
2. പ്രോട്ടോണിൻ്റെ എണ്ണം 2 ആണ്. പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ 2 + 2 4 ആണ് വരിക. അതുകൊണ്ട് ഹീലിയത്തെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 2 and 4 ഇങ്ങനെയാണ്. വലിയ സംഖ്യയായിട്ടുള്ള 4 മുകളിലാണ് എഴുതുക. ഇനി അതേപോലെ ഓക്സിജൻ്റെ ആറ്റോമിക് നമ്പർ 8 ആണ്, മാസ് നമ്പർ 16 ആണ്. കണ്ടോ, ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്.